ഹലോ മൈ ഡിയർ ഗൈസ്, എന്തുണ്ട്? ഈ ചൂടത്ത് മഴയില്ലെങ്കിലും സിനിമകളുടെ പെരുമഴയുണ്ട്. എന്തായാലും ഇറങ്ങിയ സിനിമകളൊക്കെ നല്ല ഗംഭീരമായിട്ട് ഓടുന്നു എന്നറിയുന്നുണ്ട്. തിയേറ്ററിലൊക്കെ വൻ തിരക്ക്. എനിക്കൊന്ന് ചൂടൊക്കെ ആയിട്ട് എങ്ങനെയും വീട്ടിലെ ചൂടിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെട്ട് കുറച്ച് നേരം തിയേറ്ററിലെങ്കിലും പോയിരുന്ന് സമയം കളയാന്നുള്ള ഇതിലാന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ തിയേറ്ററിൽ കുത്തി നിറയുന്നുണ്ട്. എന്തായാലും സിനിമകൾക്കും എല്ലാം നല്ല പ്രതികരണമാണ്. ഭയങ്കര സന്തോഷം. ഇന്നും കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ ആക്ച്വലി 3 സിനിമയും കണ്ടു. 11-ാം തീയതി ആവേശം കണ്ട്, ഇന്നലെ ജയ് ഗണേഷ് കണ്ട്, ഇന്ന് വർഷങ്ങൾക്ക് ശേഷവും കണ്ടു. ആക്ച്വലി ഫസ്റ്റ് ഡേയിൽ തന്നെ എല്ലാ പടവും കാണുമെന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ വേറെ ചില കാര്യങ്ങൾ കയറി വന്നപ്പോഴത്തേക്ക് മിസ്സായിപ്പോയി. അങ്ങനെ 3 ദിവസം കൊണ്ട് ഇന്നും കൂടെ ആയപ്പോഴത്തേക്ക് നമ്മളെ മെയിൻ പടങ്ങൾ 3 ഞാൻ കണ്ടു തീർത്തു. 3 പടവും ഡിസപ്പോയിൻറ്റ് ചെയ്യിച്ചിട്ടില്ല. എന്തായാലും പൈസ വസൂലാണ്. ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിയാണ്. എന്തായാലും കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. ഈ 3 സിനിമകളിലും എനിക്കിഷ്ടപ്പെട്ടതും ചില പോരായ്മകളും തോന്നിയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. എന്നിട്ട് സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനങ്ങ് പോകും. സോ ആദ്യം നമുക്ക് ആവേശത്തിലേക്ക് തന്നെ കിടക്കാം. എടാ മോനെ, എൻ്റെ അളിയ ഒന്നും പറയാനില്ല. ആറാട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ആറാട്ട്. ശരിക്കും ഫഹദ് ഫാസിൽ ഫാഫ അഴിഞ്ഞാടിയിരിക്കുവാണ്. പടം കണ്ടവർ പറ, അല്ലയോ എന്ന് പറ. ഒരു രക്ഷയില്ല. എന്തൊരു സ്ക്രീൻ പ്രസൻസ് എൻ്റെ അളിയ. ഒരു ഭീകരമാണ്. കളർ പടം, എല്ലാ രീതിയിലും ഒരു പക്ക എൻ്റർടൈനറാണ് ആവേശം. തുടക്കം മുതൽ അവസാനം വരെ നമ്മളെ നന്നായിട്ട് എൻഗേജ് ചെയ്യിച്ച് ചിരിപ്പിച്ച് നമ്മളെ സ്ക്രീനിൽ തന്നെ അല്ലെങ്കിൽ മൂവിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യിച്ചിരുത്താൻ സിനിമയ്ക്ക് ഓവറോൾ പറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം ആസ് യൂഷ്വൽ ഫഹദ് ഫാസിലിൻ്റെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ്. പുള്ളി പറഞ്ഞില്ലേ, പുള്ളിയുടെ ഇൻട്രോ കഴിഞ്ഞാൽ പിന്നെ പുള്ളി തന്നെയാണ് സ്ക്രീനിൽ നിറഞ്ഞത്. പുള്ളി വന്ന് നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ വേറെ ഒന്നിലേക്ക് നോക്കാതെ പുള്ളിയിൽ തന്നെ, അത് പുള്ളിയുടെ ഒരു കഴിവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളിക്കാരിലോട്ട് തന്നെ നമ്മൾ ഫുൾ ടൈം നമ്മൾ നോക്കിയിരുന്നോളും. ആ രീതിയിൽ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഒരു രക്ഷയില്ല, കിടിലം. പുള്ളി ഒരു ലോക്കൽ ഗാങ്സ്റ്റർ ആണ്. ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഫുൾ ടൈം പുള്ളി സ്ക്രീനിൽ വരുമ്പോൾ അങ്ങ് ലൗഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളി വന്ന് എപ്പോഴും അങ്ങ് ബഹളവും സംസാരവും അങ്ങനെ ഒരു ക്യാരക്ടറാണ് കക്ഷിയുടെ. അതിന് നല്ല ഭംഗിയായിട്ട് ചിത്രീകരിച്ച് നമ്മളെ സമീർ താഹിർ, എസ്പെഷ്യലി ദ ടോൺ, കളർഫുൾ പടം. എല്ലാ രീതിയിലും കംപ്ലീറ്റ്ലി ഒരു കളർഫുൾ പടം. നല്ല ഷോട്ട്സ്, നല്ല ടോൺ. നമുക്ക് പറഞ്ഞില്ല, നമ്മൾ ശരിക്കും ഒരു സെലിബ്രേഷൻ മൂഡിലുള്ള ഒരു പടം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സുഷിൻ ശ്യാമിൻ്റെ സൗണ്ടും മ്യൂസിക്കും സൗണ്ട്സും ഒക്കെ എൻ്റെ അമ്മ, അത് എന്താണോ ആ സിനിമയ്ക്ക് വേണ്ടത് അത് എൻ്റെ മാക്സിമത്തിൽ കക്ഷിയും കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും, കുട്ടികളായിട്ട് അഭിനയിക്കുന്ന, അതായത് സ്റ്റുഡൻസ് ആയിട്ട് അഭിനയിക്കുന്ന ആ പിള്ളേർ, ബാക്കി എല്ലാവരും സ്റ്റുഡൻസ് ആയിട്ട് അഭിനയിക്കുന്ന പിള്ളേരും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് അവരുടെ റോൾസ് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എസ്പെഷ്യലി എടുത്ത് പറയേണ്ട കാര്യം നമ്മളെ സജിൻ ഗോപു. എൻ്റെ അമ്മ, അങ്ങേര് വൻ കോമഡി. നമ്മൾ അങ്ങേരെ കാണുമ്പോൾ ഫുള്ള് ചിരിച്ചു മറിയും. ഡയലോഗ് ഡെലിവറി ഒക്കെ പക്ക. പുള്ളി ഒരു സൂപ്പർ കൊമേഡിയൻ. ആ ഒരു തമാശ, പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളിലും, പുള്ളിയുടെ എക്സ്പ്രഷൻ ആണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ ഓവറോൾ കംപ്ലീറ്റ് പുള്ളി കിടിലടിച്ചിട്ടുണ്ട്. ക്ലൈമാക്സ് സീനിലൊക്കെ പുള്ളി ഇങ്ങനെ വന്ന് വിഷമിച്ചൊക്കെ നിൽക്കുന്ന ഒരു സീൻ കാണും. എൻ്റെ ഒപ്പം തന്നെ കിടിലുമാണ്. നമ്മൾ ഒരു ഏച്ച് കെട്ടല്ലോ, ഒരു ഓവർ ആക്ടിങ് ഒന്നുമില്ല. ഭയങ്കര സെറ്റായിട്ട് പുള്ളി അത് ചെയ്തു. ചില കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ കുറേ ഡയലോഗ്സും അല്ലെങ്കിൽ കുറേ സീൻസും ഒക്കെ ഒരു റെപ്പറ്റേറ്റീവ് ഫീൽ വന്ന പോലെ എനിക്ക് തോന്നി. അതിനകത്ത് ഈ ബാറിലെ കുറേ ഷോർട്സും കാര്യങ്ങളും, ഞാൻ പറഞ്ഞില്ലേ, ഫഹദ് ഫാസിൽ സ്ക്രീനിൽ വരുമ്പോൾ പുള്ളി എപ്പോഴും ഭയങ്കര ലൗഡായിട്ട് സംസാരിച്ച്, ഭയങ്കര എനർജറ്റിക് ആയിട്ട് ലൗഡായിട്ട് സംസാരിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഫഹദ് ഫാസിൽ. അങ്ങനൊരു ഗാങ്സ്റ്റർ ക്യാരക്ടറാണ് പുള്ളിയുടെ. അപ്പോൾ പുള്ളി വന്ന് നിന്നിട്ടുള്ള അങ്ങനെ കുറേ സാധനങ്ങൾ, ചില സീൻസ് റെപ്പറ്റേറ്റീവ് ആയിട്ട് വന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പുള്ളിക്കാരൻ്റെ ബാക്ക് സ്റ്റോറി പറയുന്ന സജിൻ ഗോപു, ഫഹദ് ഫാസിൻ്റെ, അല്ലാതെ രംഗ എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്ന ചില സീൻസ്, അതിലൊരിത്തിരി ഒരു ലാഗ് എനിക്ക് ഫീൽ ചെയ്തു. അത് ഒരു കോൺവെർസേഷനിലൂടെ അവരിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് ലാഗ് എനിക്ക് ഫീൽ ചെയ്തതായിട്ട് തോന്നി. പിന്നെ കംപ്ലീറ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു എന്താ പറയുന്നത്, ഒരു ഷോർട്ട് ഫിലിമിനൊക്കെ ഉള്ള ഒരു സ്റ്റോറി ശരിക്കും ഇതിനകത്തുള്ളൂ. അല്ലാതെ ഒരു വലിയ ക്യാൻവാസിലുള്ള സ്റ്റോറി ഒന്നും ഇതിനകത്ത് പറയുന്നതോ കാണിക്കുന്നതോ ഒന്നുമില്ല. അത് പക്ഷേ നല്ല രീതിയിൽ നമുക്ക് കാണിച്ച് നമ്മളെ ബോറടിപ്പിക്കാത്ത രീതിയിലോ അല്ലെങ്കിൽ ലാഗ് വരുത്താത്ത രീതിയിലോ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് എൻഗേജ് ചെയ്യിച്ച് സിനിമയിൽ ഇരുത്തിയിട്ടുണ്ട്. സോ ആഫ്റ്റർ ഓൾ ശരിക്കും ഒരു എൻഗേജിങ് ആയിട്ടുള്ള മൂവിയാണ്. ശരിക്കും നമുക്ക് ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവിയാണ്. നമുക്ക് ചിരിച്ച് സന്തോഷിച്ച് ഹാപ്പി ആയിട്ട് സിനിമ കണ്ടിട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണ്. പിന്നെ ഫാമിലി ഓഡിയൻസിനെ എത്രത്തോളം അത് പറഞ്ഞില്ലേ, നമ്മളെ അച്ഛനമ്മമാർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക്, പ്രായമായ ആൾക്കാർക്ക് പോകുമ്പോഴത്തേക്ക് എത്രത്തോളം അത് കണക്ട് ആവും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും ആസ് എ ഹോൾ ഒരുമാതിരിപ്പെട്ട എല്ലാ ഓഡിയൻസിനെയും ഇഷ്ടപ്പെടുത്താനുള്ള കാര്യങ്ങൾ ശരിക്കും ആ പടത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫഹദ് ഫാസിൽ ആൻഡ് കിഡിലം, പുള്ളി ഭയങ്കര കിഡിലുമായിട്ട് ചെയ്തു. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ജിത്തു മാധവൻ. രോമാഞ്ചത്തിലൊക്കെ പുള്ളിക്കാരൻ നമ്മളെ എത്രത്തോളം ഹാപ്പി ആക്കിയോ അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ആവേശത്തിലും പുള്ളി ആവേശവും ഡെലിവറി ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ബ്രോ, താങ്ക്സ് എ ലോട്ട്. സോ അത്രയാണ് ആവേശം ശരിക്കും ഒരു ക്രൗഡ് പുള്ളിങ് മൂവി ആയിട്ട് തന്നെ തിയേറ്ററിൽ ഓടുന്നു. അതിലും ഹാപ്പിയാണ്. ഓക്കെ, സോ നമുക്ക് അടുത്തത് വർഷങ്ങൾക്ക് ശേഷം സിനിമയിലേക്ക് പോവാം. വർഷങ്ങൾക്ക് ശേഷം താരസമ്പുഷ്ടമായ ഒരു സിനിമ. ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്.
എല്ലാവരും നമ്മൾ ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ആൻഡ് ഡെഫിനറ്റ്ലി വിനീത് ശ്രീനിവാസൻ, പുള്ളിക്കാരൻ ഒരു ബ്രാൻഡ് തന്നെയാണ് അല്ലേ. വിനീത് ശ്രീനിവാസന്റെ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു മിനിമം ഗ്യാരണ്ടിയും എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ പുള്ളിയുടെ പടത്തിലുണ്ട്. അത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പുള്ളി തന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാം. സിനിമാറ്റോഗ്രാഫി ബൈ വിശ്വജിത്ത്, മ്യൂസിക് ബൈ അമൃത് രാംനാഥ്. സിനിമാ മോഹവുമായിട്ട് കോടമ്പക്കത്ത് പോകുന്ന രണ്ട് സുഹൃത്തുക്കളുടെ കഥയാണ് ശരിക്കും അതിനകത്ത് പോർട്രേ ചെയ്യുന്നത്. അതിലൊരു ബാക്ക് സ്റ്റോറിയും തുടങ്ങി അവർ പ്രായമാവുന്ന സീനിലേക്ക് വരെ കംപ്ലീറ്റ് ഒരു ലൈഫ് ജേർണി കാണിക്കുന്ന ഒരു മൂവിയാണ്. ഒരുപാട് കാസ്റ്റ് ഉള്ള ഒരു സിനിമയാണെന്നുണ്ടെങ്കിലും മെയിൻലി ധ്യാൻ ശ്രീനിവാസും പ്രണബ് മോഹൻലാലും തന്നെയാണ് സ്ക്രീനിൽ നിൽക്കുന്നത്. അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളും അവരുടെ ഒരു ലൈഫ് ജേർണിയാണ് ത്രൂ ഔട്ട് സിനിമയുടെ ഒരു മെയിൻ കഥാതന്ത്വം അല്ലെങ്കിൽ ത്രെഡ് എന്ന് പറയുന്നത്. ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ധ്യാന്റെ റോൾ നല്ല ഭംഗിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പുള്ളിയുടെ ആ ചെറുപ്പകാലവും ആ ഒരു മിഡ് ലൈഫിലേക്ക് വരുന്ന ടൈം, അതിനുശേഷം നല്ല ഏജ്ഡ് ആവുന്ന ആ ടൈമിലും ആ സമയത്തെല്ലാം ധ്യാന്റെ കോസ്റ്റ്യൂംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രണവ് മോഹൻലാലിന്റെ സീനിലോട്ട് വരുമ്പോഴത്തേക്കാണെന്നുണ്ടെങ്കിലും പുള്ളിയുടെ ചില സീനിലൊക്കെ ശരിക്കും നമുക്ക് ലാലേട്ടനാണെന്ന് തോന്നുന്ന രീതിയിൽ തന്നെ ചില എക്സ്പ്രഷൻസും ചില സൈഡിൽ നിന്നുള്ള ചില ലുക്സും ചില നോട്ടങ്ങളും അതൊക്കെ ശരിക്കും നമ്മളെ ലാലേട്ടനെ കാണുന്ന അതേപോലെ തന്നെ ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് അത് തോന്നി. പിന്നെ പ്രണവിന്റെ ആ പ്രായമായിട്ടുള്ള സീൻ കാണിക്കുമ്പോൾ ഉള്ള പുള്ളിയുടെ ഒരു ഗെറ്റപ്പ് അത് കുറച്ചുകൂടെ അത് നല്ലതാക്കാമായിരുന്നില്ലേ എന്നൊരു തോന്നൽ എനിക്കുണ്ടായി. ചില സീൻസിൽ ചില ഇൻകൺസിസ്റ്റൻസി പോലെ എനിക്ക് തോന്നി. ചില ഡയലോഗ് ഡെലിവറിയിൽ പ്രണവിനെ കുറച്ച് നല്ലതാക്കാമായിരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ ചില പോരായ്മകൾ വന്നതായിട്ട് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു. സോങ്സിനും അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്റ്റോറിയാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു സിനിമയിൽ അത്ര നല്ലതായിട്ട് അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് പറ്റുന്ന രീതിയിലായിട്ട് എത്താൻ സോങ്സിന് പറ്റിയിട്ടില്ല. അങ്ങനെ സോങ്സ് ആ ഒരു രീതിയിൽ എത്തിയില്ല എന്നുള്ളൊരു കാര്യം മെയിൻലി അതിനകത്ത് പ്രണവ് മോഹൻലാലിന്റെ റോൾ എന്ന് പറയുന്നത് പുള്ളി പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കലാകാരനാണ്. അപ്പോൾ നമ്മൾ എത്ര ഇംപ്രസ് ചെയ്യുന്നതായിട്ടുള്ള ഒരു സോങ്സിന്റെ കളക്ഷൻ ആ സിനിമയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അജു വർഗീസ്, ബേസിൽ, നീരജ് മാധവ് അവരുടെയൊക്കെ റോളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കാസ്റ്റിംഗും ആയിരുന്നു. അവരുടെ റോളൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തു. പിന്നെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് നിവിൻ പോളി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മലയാളം ആക്ടറാണ് നിവിൻ പോളി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരു ആക്ടറാണ്. പുള്ളി ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു ആക്ഷൻ അല്ല ഒരു മാസ് ഹീറോ ആയിട്ട് ചെയ്യാനാണെങ്കിൽ പുള്ളിക്ക് പറ്റും. കോമഡിയൊക്കെ നിവിൻ ഹാൻഡിൽ ചെയ്യുന്ന അസാധ്യമായിട്ട് ഗംഭീരമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നാൾ പുള്ളിക്ക് ഒരു ലോ പ്രൊഫൈൽ ആയിരുന്നുണ്ടെങ്കിലും ഈ സിനിമയിൽ ശരിക്കും നമ്മൾ പണ്ട് കണ്ടിഷ്ടപ്പെട്ടിരുന്ന നിവിൻ പോളിയുടെ ശരിക്കും ഒരു കംബാക്ക് ആയിട്ട് നമുക്ക് പുള്ളി ഒരു സെക്കൻഡ് ഹാഫിൽ പുള്ളി എത്ര സമയം സിനിമയിൽ കാണിക്കുന്നുണ്ട് ആ സമയത്ത് മൊത്തവും പുള്ളിയായിരുന്നു ഷോ സ്റ്റീലർ. പുള്ളി കൊണ്ടുപോയി പുള്ളി അഭിനയിച്ച സീനുകളിലെ എല്ലാം സീൻസ് പുള്ളി കൊണ്ടുപോയി. സോ ഇത് നിവിന്റെ ശരിക്കും ഒരു കംബാക്ക് ആയിട്ട് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഉടനെ തന്നെ ഏതാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സിനിമ ധ്യാനും നിവിനുമായിട്ടുള്ള സിനിമ ഉടനെ റിലീസ് ആവുന്നുണ്ട്. അതിലൂടെ നിവിന്റെ ഒരു കംപ്ലീറ്റ് കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു. പിന്നെ ഒരുപാട് ഇമോഷണൽ സീൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ശരിക്കും ഈ രണ്ട് കൂട്ടുകാർക്ക് അവരുടെ ലൈഫിന്റെ പല ഘട്ടങ്ങളിലായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറേ വിഷമങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിക്കും നമ്മളിൽ അത്രത്തോളം ആ ഒരു ഇമ്പാക്ട് സൃഷ്ടിക്കാൻ പറ്റാൻ സാധിക്കാതെ പോയതായിട്ട് എനിക്ക് തോന്നി. ആഫ്റ്റർ ഓൾ വിനീത് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ ഓഡിയൻസിന്റെ പൾസ് നന്നായിട്ട് മനസ്സിലാക്കി ഫിലിം മേക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ഓഡിയൻസിന് അദ്ദേഹം ചെയ്ത എല്ലാ പടങ്ങളും ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ മൂവിയും ശരിക്കും അങ്ങനെ ഒരു നല്ല ഫീൽ ഗുഡ് മൂവി തന്നെയാണ്. ഡെഫിനറ്റ്ലി എല്ലാവർക്കും തിയേറ്ററിൽ പോയി കണ്ട് നല്ലൊരു എക്സ്പീരിയൻസുമായിട്ട് കണ്ടിറങ്ങാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. സോ അത്രയാണ് വർഷങ്ങൾക്ക് ശേഷം. ഇനി നമുക്ക് അടുത്ത മൂവിയായ ജയ് ഗണേഷിനെ പറ്റി സംസാരിക്കാം. ജയ് ഗണേഷ് റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ രഞ്ജിത് ശങ്കറിന്റെ പടമൊക്കെ നമുക്കറിയാം. പുണ്യാളൻ അഗർബത്തീസ്, വർഷം, സുദീപ് ആത്മീകം, സണ്ണി, നമ്മുടെ ജയസൂര്യയുടെ സണ്ണി, അങ്ങനെ കുറച്ച് നല്ല സിനിമകളൊക്കെ നമുക്ക് തന്ന ഒരു ഡയറക്ടറാണ് രഞ്ജിത് ശങ്കർ. ജയ് ഗണേഷ് രഞ്ജിത് ശങ്കറിന്റെ പടമായതുകൊണ്ട് തന്നെ തിയേറ്ററിൽ പോയി കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നത് തന്നെയാണ് ഞാൻ. അങ്ങനെ ഞാൻ ഇന്നലെ പോയി ജയ് ഗണേഷ് കണ്ടു. ഒരു സസ്പെൻസ് ത്രില്ലർ ജോണറിൽ പെടുത്താവുന്ന ജയ് ഗണേഷ് ശരിക്കും ഒരു നല്ല പടമായിട്ട് തന്നെ എനിക്ക് തോന്നി. മ്യൂസിക് ബൈ ശങ്കർ ശർമ്മ, സിനിമാറ്റോഗ്രാഫി ചന്ദ്രു സെൽവരാജ്, എഡിറ്റിംഗ് ബൈ സംഗീത് പ്രതാപ്, വിഷ്വൽ എഫക്ട്സ് ബൈ രഞ്ജിത്ത് കല്ലിനാൽ. ഒരു ലിമിറ്റഡ് നമ്പർ ഓഫ് കാസ്റ്റിംഗുമായിട്ട് സ്റ്റോറി ടെൽ ചെയ്ത് പോകുന്ന ഒരു ചെറിയ സിനിമയാണ് ശരിക്കും ജയ് ഗണേഷ്. ചെറുപ്പകാലത്ത് ഒരു ആക്സിഡന്റ് പറ്റി കാലുകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ
ലൈഫും അയാളുടെ ഫ്രസ്ട്രേഷനും, ആ ഫ്രസ്ട്രേഷനിൽ നിന്ന് എന്തെങ്കിലും ലൈഫിന് ഒരു മീനിങ് കണ്ടെത്താൻ വേണ്ടി പുള്ളി നടത്തുന്ന ചില ശ്രമങ്ങളും, അതിനോടനുബന്ധിച്ച് കക്ഷി ഒരു ഡിജിറ്റൽ ആർട്ടിസ്റ്റ് ആയി മാറുന്നു, കുറച്ച് എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കുന്നു. അങ്ങനെ ഇരിക്കെ പുള്ളിക്ക് ഒരു ക്രൈം സീനിൽ പുള്ളിക്ക് ആ ക്രൈം സീൻ സോൾവ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം, ആ ഒരു അവസരം പുള്ളിയുടെ സ്കിൽ ഉപയോഗിച്ച് എങ്ങനെ പുള്ളി ആ ക്രൈമിൽ സിസ്റ്റത്തിന് ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് ശരിക്കും ആ സിനിമയുടെ ഒരു സ്റ്റോറി ലൈൻ. അതിൽ ശരിക്കും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ, ഈ കാല് നഷ്ടപ്പെട്ട ഈ ചെറുപ്പക്കാരന്റെ ഫ്രസ്ട്രേഷൻ, അത് ഉണ്ണി മുകുന്ദൻ ശരിക്കും നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് കാണിക്കും. കാരണം പല സന്ദർഭങ്ങളിലും പുള്ളിയുടെ ടെമ്പർ നഷ്ടപ്പെടുന്നത്, ചില സാഹചര്യങ്ങളിൽ പുള്ളി ആൾക്കാരോട് റെസ്പോണ്ട് ചെയ്യുന്നത്, അപ്പോൾ പുള്ളിയുടെ ഫ്രസ്ട്രേഷൻ, പുള്ളിയുടെ ദേഷ്യം, പുള്ളിയുടെ സങ്കടം, അത് ഗംഭീരമായിട്ട് ഉണ്ണി മുകുന്ദൻ ശരിക്കും അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സ്റ്റോറി ലൈനിൽ നിന്നും ഒരുപാട് ഡൈവേർട്ടായി പോവാതെ സിനിമയുടെ ത്രെഡ് എന്താണോ ആ ത്രെഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഫ്രം സ്റ്റാർട്ടിംഗ് ടു എൻഡ് മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഒരു മൂവിയാണ് ശരിക്കും ജയ് ഗണേഷ്. വേറെ ഒരുപാട് ഡിസ്ട്രാക്ടിംഗ് ആയിട്ടുള്ള എലമെന്റ്സോ കാര്യങ്ങളോ ഒന്നും സിനിമയിൽ ശരിക്കും കൊണ്ടുവന്നിട്ടില്ല. അതിന്റെ എഡിറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും VFX ഒക്കെ ആണെന്നുണ്ടെങ്കിലും ആ സിനിമയ്ക്ക് എന്ത് പാകത്തിന് വേണോ ആ രീതിയിൽ തന്നെ ശരിക്കും ആ എലമെന്റ്സ് എല്ലാം കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഈ സിനിമ ശരിക്കും ഒരു സെലിബ്രേഷൻ മൂഡിലുള്ള ഒരു സിനിമയല്ല, ഇത് ശരിക്കും കുറച്ചൊരു സീരിയസ് മൂവിയാണ്. പക്ഷെ ഞാൻ ഇതിൽ കണ്ട കാര്യം, ഈ മൂവി ഒരുപാട് ഡീഗ്രേഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അണ്ടർ റേറ്റഡ് ആയി പോകുന്നതോ ആയിട്ട് ഞാൻ ശ്രദ്ധിച്ചു. ബിക്കോസ് ഞാൻ തിയേറ്ററിൽ പോയപ്പോഴാണെന്നുണ്ടെങ്കിലും മറ്റ് സിനിമകൾക്ക് ഇത്രയും ക്രൗഡ് കയറുന്ന സമയത്തും ജയ് ഗണേഷിന് ശരിക്കും ഞാൻ കാണാൻ കയറിയപ്പോൾ തിയേറ്ററിന്റെ ഒരു പകുതി പോലും ആൾക്കാർ ശരിക്കും ആ സിനിമ കാണാൻ ഇല്ലായിരുന്നു. പക്ഷെ സിനിമ കണ്ടു തീർന്നപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ചു, എന്തുകൊണ്ട് ഇതൊരു നല്ല സിനിമ തന്നെയാണ്, പക്ഷെ എന്തുകൊണ്ടാണ് ആൾക്കാർ കയറാത്തത് എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിച്ചു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ കാര്യം. ഒരുപാട് കാരണങ്ങൾ പലരും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പറയുന്നതും കാണിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടു. പക്ഷേ കാരണങ്ങൾ കൊണ്ടൊന്നും ഒരു സിനിമയെ ശരിക്കും നമ്മൾ അങ്ങനെ അണ്ടർ റേറ്റ് ചെയ്യേണ്ടതോ ഡിഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കാണാം. അതിനത്രയും അങ്ങനെ മോശമാക്കേണ്ട ഒരു കാര്യമില്ല. കാര്യം ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു സിനിമ ഇറക്കുമ്പോൾ അതൊരു നല്ല സിനിമയാണെന്നുണ്ടെങ്കിൽ ഒരു ഉറപ്പായിട്ട് നമ്മൾ ഓഡിയൻസ് അതിനെ പ്രോത്സാഹിപ്പിക്കണം. എന്റെ ഒപ്പീനിയനിൽ ജയ് ഗണേഷ് ശരിക്കും നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല മൂവി തന്നെയാണ്. വളരെ കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ, വളരെ ഒരു ചെറിയ സ്റ്റോറിയാണ്. ആ കഥയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള എല്ലാ എലമെന്റ്സ്, അതിപ്പോൾ ക്യാരക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും അവരുടെ പെർഫോമൻസ് ആണെന്നുണ്ടെങ്കിലും അതിന് വേണ്ടുന്ന രീതിയിലുള്ള BGMO കാര്യങ്ങളോ വിഷ്വൽ എഫക്ട്സോ ഒക്കെ നല്ല രീതിയിൽ ആ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ജയ് ഗണേഷ് പോയി ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഡെഫിനറ്റ്ലി കമന്റ് ബോക്സിൽ പറയുക. നിങ്ങൾക്ക് ഈ സിനിമകളിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്നുള്ളത് പറയുക. എല്ലാം ഞാൻ കണ്ടതിൽ ഈ 3 സിനിമയും എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ശരിക്കും ആവേശമാണ്, ഞാൻ എന്റെ രീതിയിൽ റാങ്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആവേശത്തിന് ഒരു ടോപ്പ് കൊടുക്കും, ജയ് ഗണേഷിന് ഒരു സെക്കൻഡ് സ്റ്റാൻഡ് കൊടുക്കും, വർഷങ്ങൾക്ക് ശേഷം 3ാമത്തെ ഇതിലേക്ക് വരും. ഞാൻ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ മറ്റേക്കായി മോശമാണെന്നോ അല്ലെങ്കിൽ അതിനേക്കാളും വലുതാണെന്നുള്ള രീതിയിലുള്ള ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ആ 3 സിനിമയും ഒന്ന് സ്റ്റാക്ക് ചെയ്തു. ഇതില് ആവേശം എനിക്ക് ഓവർ ദ ടോപ്പ്, എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് രണ്ടാമതൊന്നുകൂടി കണ്ടാലും എന്നെ എന്റർടൈൻ ചെയ്യിക്കുമെന്ന് എനിക്ക് തോന്നിയ ഒരു പടമാണ് ശരിക്കും ആവേശം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സോ ജയ് ഗണേഷും വർഷങ്ങൾക്ക് ശേഷം എല്ലാവരും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുക. ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് പറയുക. സോ അത്രയാണ് ഗൈസ്, ബൈ.